മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യംബഗി പറ്റിയതല്ല, ഭൂഷണമല്ല, യോജിച്ചതല്ല, ലിജീഫത്തി മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ജനാസ, ആ ജനാസയോട് പറ്റിയതല്ല, ആ തുഹബസ, അതിന് തടഞ്ഞു വെക്കൽ, ആ ജനാസ വെച്ചുകൊണ്ടിരിക്കൽ, ബൈനൽ ലഹറാനൈ അഹ്ലിഹി, ആ മയ്യത്തിന്റെ കുടുംബാദികളുടെ മുമ്പിൽ, കുടുംബാദികളുടെ അടുക്കൽ മയ്യത്തിനെ തടഞ്ഞു വെക്കുക, വെച്ചുകൊണ്ടിരിക്കുക, അത് ഒരു മുസ്ലിമായ ജനാസയോട് യോജിച്ച കാര്യമല്ല, പറ്റിയതല്ല, വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. ഇദാ മാത അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ, ഫലാ തഹബിസുഹു, ആ മയ്യത്തിനെ നിങ്ങൾ തടഞ്ഞു വെക്കരുത്, വെച്ചുകൊണ്ടിരിക്കരുത്. വഅസ്രിഉ ബിഹി ഇലാ ഖബരിഹി, ആ മയ്യത്തിനെ, ആ മയ്യത്തിന്റെ ഖബറിലേക്ക് എത്രയും പെട്ടെന്ന് ധൃതിയിൽ നിങ്ങൾ കൊണ്ടുപോകണം. അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയത്തിൽ ആ ഹദീസിന് അവിടം വരെയാണ് നമുക്ക് ആവശ്യം. പക്ഷെ ഹദീസിന്റെ ബാക്കി ഭാഗം കഴിഞ്ഞ ക്ലാസ്സിലേക്ക് സൂചിപ്പിക്കുന്ന കാര്യമാണ്. വൽ യുഖ്റഅ ഇൻദ റഅസിഹി ബിഫാത്തിഹത്തിൽ, വൽ യുഖ്റഅ ഇൻദ റഅസിഹി ഫാത്തിഹത്തുൽ കിതാബ്, മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് ഫാത്തിഹത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ ആരംഭം, അതിന്റെ പ്രാരംഭം, അതിന്റെ തുടക്കം ഓതുക. വഇൻദ റിജ്ലിഹി ബിഖാതിമത്തിൽ ബഖറ, മയ്യത്തിന്റെ കാൽഭാഗത്ത് ബഖറയുടെ അവസാനം ആമന റസൂലും, ആ ഭാഗം ഓതുക എന്ന് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മിഷ്കാത്ത് 149 പേജിൽ കാണാം. ബാബു ദഫ്നിൽ മയ്യിത്ത്, മയ്യത്തിനെ കബറടക്കുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായത്തിൽ. അദ്കാറുൻ നബവി, ഇമാം നബവി റഹ്മത്തുള്ളാഹി അദ്കാറിൽ 149 അദ്കാറിലും കാണാം അപ്രകാരം തന്നെ. അപ്പോൾ എന്തു വേണം? ഒരാൾ മരിച്ചാൽ മയ്യത്തിനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ആ മയ്യത്തിനെ എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുപോകണമെന്ന് മഹാനായ പ്രവാചകൻ.